പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും മാറി മാറി പിന്തുണച്ച ചരിത്രമുള്ള അടൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ കനത്ത പോരാട്ടമാണ് നടക്കുന്നത്. 3 തവണ വിജയിച്ച ചിറ്റയം ഗോപകുമാറിന് പകരം ഇക്കുറി പ്രിജി കണ്ണനെയാണ് പാർട്ടി ആ ദൗത്യം ഏൽപ്പിച്ചത്. ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ എനിക്കൊപ്പം അതിഥിയായിട്ടുള്ളതും ശ്രീമതി പ്രിജി കണ്ണനാണ്. നമുക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ് ശ്രീമതി പ്രിജി കണ്ണൻ, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്, താങ്ക് യു. പ്രചാരണ തിരക്കിലായിരിക്കുമെന്ന് അറിയാം. എങ്ങനെയുണ്ട് ഇപ്പൊ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോ? അതെ, ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കഷ്ടി 2-3 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പം വലിയ തിരക്കുകളിലേക്കാണ് പോകുന്നത്. സാധാരണയായി കിട്ടുന്ന ഒരു സമയം ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈറ്റ് ഷെഡ്യൂളിലാണ്. ഓക്കെ. എന്താ ഫീഡ്ബാക്ക് ഒക്കെ എന്താണ് പ്രചാരണ സമയത്ത്? പ്രചാരണ സമയത്ത് ഇന്നലെ ആയിരുന്നു സ്വീകരണ പരിപാടിയുടെ ലാസ്റ്റ് ദിവസം. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന സ്വീകരണ പരിപാടികളെല്ലാം വളരെ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ ഏറ്റെടുത്തത്. പ്രത്യേകിച്ച് അമ്മമാരും സഹോദരിമാരും ഒക്കെ വലിയ സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റമായിരുന്നു സ്വീകരണങ്ങളിലെല്ലാം. അപ്പോൾ അത് വലിയ ശുഭപ്രതീക്ഷയാണ് നൽകുന്നത്. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് സ്വീകരണ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ. ശ്രീമതി പ്രിജി കണ്ണൻ, അങ്ങേ കാണുമ്പോൾ ഒക്കെ എപ്പോഴും ഭയങ്കര പ്ലസന്റ് ആയിട്ടായിരിക്കുന്നത്, എപ്പോഴും നല്ല ചിരിച്ച് അങ്ങനെ കണ്ടിട്ടുള്ളൂ. എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? അതെല്ലാരും പറയാറുണ്ട്. എനിക്ക് അങ്ങനെ ശീലമായി പോയി. ഓക്കെ. അങ്ങനെ തന്നെ തുടരട്ടെ. കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഇപ്പം 2011 UDF നിന്ന് മണ്ഡലം പിടിച്ച ചിറ്റയം ഗോപകുമാർ പിന്നെ ആ മണ്ഡലം UDF വേണ്ടി വിട്ടുകൊടുത്തിട്ടില്ല. അപ്പം കുറച്ച് പാർട്ടി ഏൽപ്പിച്ച ദൗത്യം അത് കുറച്ചും കൂടി കനത്തതാണോ ഈ പോരാട്ടത്തിലേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ? കാരണം ഒരു വലിയൊരു ദൗത്യം കൂടിയാണല്ലോ. അപ്പോൾ അത് കുറച്ച് ഒരു ആശങ്കയുണ്ടോ, അതോ ഒരു നല്ല ഫൈറ്റ് കൊടുക്കാൻ കഴിയുമെന്നാണോ പ്രതീക്ഷ? വലിയ ഉത്തരവാദിത്വം തന്നെയാണ് പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. അത് ആശങ്ക ഇല്ല. കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ പ്രവർത്തകരും നേതാക്കന്മാരും ഈ നാടും എന്നോടൊപ്പം ഉണ്ടെന്നാണ് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആശങ്കകൾക്ക് വകയില്ല. കഴിഞ്ഞ 15 വർഷക്കാലമായി MLA നേതൃത്വത്തിൽ ഇവിടെ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആശങ്കകൾക്ക് വകയില്ല. നമുക്ക് നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ കേരളത്തിലുടനീളവും അടൂർ നിയോജകമണ്ഡലത്തിൽ പ്രത്യേകിച്ചും നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് ഈ എല്ലായിടത്തും ചെല്ലുമ്പോൾ കിട്ടുന്ന റെസ്പോൺസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഉത്തരവാദിത്വം അതിനെ ഏറ്റവും വലിയ രീതിയിലാണ് അത് ഏറ്റെടുക്കുന്നത്. ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ എന്നെക്കൊണ്ട് സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ്. ഓക്കെ. ശ്രീമതി പ്രിജി കണ്ണൻ, ഇപ്പം ഇത്തവണ പ്രചാരണ വിഷയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഒരു വളരെ ചെറിയ പീരീഡിൽ പ്രഖ്യാപിച്ച തിരഞ്ഞെടുപ്പാണെങ്കിലും വിഷയങ്ങൾ ഒരുപാടുണ്ടായി ഈ തിരഞ്ഞെടുപ്പിൻ്റെ. ഇപ്പം പ്രത്യേകിച്ച് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പോഴും ഉണ്ട് പല വിഷയങ്ങളും വിവാദങ്ങളായിട്ടൊക്കെ നിലനിൽക്കുന്നത്. ഈ പ്രചാരണ വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ശബരിമലയായിരുന്നു. ശബരിമല സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പത്തനംതിട്ട. അപ്പം ആളുകൾക്കൊപ്പം വോട്ട് ചോദിച്ചൊക്കെ ചെല്ലുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ അവരിൽ ചർച്ച ചെയ്യുന്നുണ്ടോ? ഞാനുമായിട്ട് നേരിട്ട് അത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എപ്പോഴും വിശ്വാസങ്ങൾക്കൊപ്പമാണ്. അത് ശബരിമല ആയിരിക്കട്ടെ, മറ്റേത് ആരാധനാ കേന്ദ്രമാണെങ്കിലും ഒപ്പം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതുകൊണ്ട് വിശ്വാസികളോട് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ദോഷം വരുന്ന രീതിയിലുള്ള ഒരു കാര്യവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അത് ഏതെങ്കിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അപവാദ പ്രചരണങ്ങളൊന്നും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അത് ജനങ്ങളത് തിരിച്ചറിയും. ശരി. ഇപ്പം ശ്രീമതി പ്രിജി കണ്ണൻ, വനിതാ മുഖ്യമന്ത്രി വേണമെന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും കേരളത്തിലെത്തിയ ശേഷം പറഞ്ഞത്. അദ്ദേഹം ഈ കോൺഗ്രസ് പാർട്ടിയോട് കൂടി പറയുകയായിരുന്നു ഒരു വനിതാ മുഖ്യമന്ത്രി വേണമെന്നൊരു ആഗ്രഹം ഉണ്ട് എന്ന്. പക്ഷെ നമ്മൾ ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ നോക്കുന്ന ഘട്ടത്തിൽ പ്രാതിനിധ്യം കൂടുതലുള്ളത് ഇടതു മുന്നണിയിലാണ്. പക്ഷേ എന്നാലും ഇത്ര മതിയോ പ്രാതിനിധ്യം എന്നൊരു ചോദ്യം ഇപ്പോഴും പ്രസക്തമല്ലേ? അതെ, തീർച്ചയായിട്ടും സ്ത്രീകളാണ് ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പൊതുപ്രവർത്തന രംഗത്തേക്ക് വലിയ തോതിൽ മുന്നോട്ട് വരുന്നുണ്ട്.
പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനം പോലെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ സ്ത്രീകൾ വലിയ രീതിയിലേക്ക് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പം സ്ത്രീ പ്രാതിനിധ്യം ഇനിയും ഉണ്ടാകേണ്ടതാണ്. എങ്കിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നിരവധിയായിട്ടുള്ള വനിതാ സഖാക്കൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. അതൊരു ശുഭപ്രതീക്ഷ തന്നെയാണ്. അതൊരു ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷേ ഇനിയും കൂടുതലായി സ്ത്രീകൾ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. സ്ത്രീകൾക്ക് കൂടുതലായി പ്രാതിനിധ്യം നൽകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ പ്രചാരണ പരിപാടികളൊക്കെ ഇന്ന് എവിടെയാണ് എനിക്ക് തോന്നുന്നു സ്വീകരണമൊക്കെ കഴിഞ്ഞു തോന്നുന്നു. സ്വീകരണ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഏറെക്കുറെ അവസാനിപ്പിക്കാനുള്ള ഘട്ടമായി തോന്നുന്നു അല്ലേ? അതെ, സ്വീകരണ പരിപാടി ഇന്നലെയാണ് അവസാനിച്ചത്. ഇന്നിപ്പോൾ നമുക്ക് അത്യാവശ്യം എല്ലാവരെയും പരമാവധി പേരെ ഇനി ഉള്ള കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എത്രയും വേഗത്തിൽ കാണാൻ പറ്റുമോ അത്രയും വേഗത്തിൽ കണ്ടു തീർക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ രാവിലെ തന്നെ എല്ലാ പരിപാടികളും തുടങ്ങിയിട്ടുണ്ട്. വ്യക്തികളെയും അതുപോലെ തന്നെ എല്ലാ പ്രദേശങ്ങളിലുമൊക്കെ പോയിട്ട് വീടുകൾ കാണാനുള്ള തിരക്കിലാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഐക്യജനാധിപത്യ മുന്നണിയാണെങ്കിലും BJP ആണെങ്കിലും രണ്ടുപേരും അവരുടെ പ്രമുഖരായ നേതാക്കളെയൊക്കെ കേന്ദ്ര നേതാക്കളെയൊക്കെയും രംഗത്തിറക്കിയുള്ള പ്രചാരണത്തിലാണ്. പത്തനംതിട്ടയിലും അവരൊക്കെ എത്തിയിരുന്നു, സംസാരിച്ചിരുന്നു. അതൊക്കെ ഏതെങ്കിലും രീതിയിൽ ഇടതുമുന്നണിയെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല, അത്തരത്തിലൊരു അവരുടെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളാണ്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ലീഡർഷിപ്പ് വരിക എന്നുള്ളതും അവരുടെ പ്രചരണം ഏറ്റെടുക്കുക എന്നുള്ളതും വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ അത് ബാധിക്കില്ല. കാര്യം ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്, ഏറ്റവും കൂടുതൽ വിഷയമാകുന്നത് ഇവിടുത്തെ വികസനം തന്നെയാണ്. അത് ഞാൻ എല്ലാ പ്രചരണ അല്ലെങ്കിൽ എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും ഒക്കെ പോകുമ്പോൾ ഞാൻ അവർക്ക് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉറപ്പ് എന്ന് പറയുന്നത് അവരുടെ ഏത് പ്രതിസന്ധി ഘട്ടം ഉണ്ടെങ്കിലും ഞാൻ ഒപ്പം ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ഞാൻ കൊടുക്കുന്നത്. ഇനിയും നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രദേശത്ത് മണ്ഡലത്തിലുടനീളം ചെയ്തു തീർക്കാനുണ്ട്. അതെല്ലാം പൂർത്തീകരിക്കാൻ ഉള്ള ഒരു വിശ്വാസം, അല്ലെങ്കിൽ അതെല്ലാം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അവർ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത്തരത്തിലുള്ള നമുക്ക് ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി പ്രവർത്തനങ്ങൾ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ പോകുന്നിടങ്ങളിലെല്ലാം വോട്ടർമാരെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ അതെല്ലാം അതവർ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അവരുടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെ പറ്റിയോ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ചർച്ചയാകുന്നില്ല. നമ്മുടെ എല്ലാ രീതിയിലുമുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഇപ്പോൾ പൂർണ്ണ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. അങ്ങേക്ക് എല്ലാവിധ വിജയാശംസകൾ നേരുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് us. ഒരു നല്ല ദിവസം കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓ താങ്ക് യു സോ മച്ച്.